ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബായ രശ്മിത മുതന് പ്രത്യേക താങ്ക്സ് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2016 പുറത്തിറങ്ങിയ സനം തേരി കസം എന്ന ഹിന്ദി സിനിമയുടെ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മൂവി വീണ്ടും റിലീസ് ചെയ്തിട്ടുണ്ട്, കാരണം അതിന്റെ സെക്കൻഡ് പാർട്ട് വരികയാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നായകനായ ഇന്ദർ ഒരു വലിയ കേസ് ജയിച്ച് കോടതിയിൽ നിന്നും ഇറങ്ങി വരികയാണ്. അദ്ദേഹം ഒരു വക്കീലാണ്. മീഡിയക്കാരെല്ലാവരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ ഇന്ദർ നേരെ കാറിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ ഇന്ദർ ഒരു കുപ്പി ഡ്രിങ്ക്സും ഒരു ഗ്ലാസും എടുത്ത് നേരെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോവുകയാണ്. മരത്തിൽ നിന്നും ഒരുപാട് പൂക്കൾ അദ്ദേഹത്തിന്റെ മേലേക്ക് വീഴുകയാണ്. ആ മരത്തിൽ സരസ്വതി പരിഹാർ 1994 to 2015 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കഥ പോകുന്നത് ഫ്ലാഷ് ബാക്കിലേക്കാണ്. രാവിലെ ഡോർ തുറന്ന് അവിടെ വെച്ചിരിക്കുന്ന പാൽ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് അത് കുറച്ച് പൂച്ചയ്ക്ക് കൊടുക്കുകയും കുറച്ച് ഇന്ദർ കുടിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം ന്യൂസ് പേപ്പറും വായിക്കുന്നുണ്ട്. ഇന്ദർ താമസിക്കുന്നതിന്റെ തൊട്ടു മുകളിലാണ് നായികയായ സരസ്വതി താമസിക്കുന്നത്. വീട്ടിന്റെ മുന്നിൽ കോലമിട്ടുകൊണ്ടിരുന്ന സരസ്വതിയുടെ അടുത്തേക്ക് അമ്മ വന്ന് നീ ഇനിയും റെഡി ആയില്ലേ, പോയി റെഡിയാവ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. സരസ്വതിയെ പെണ്ണു കാണാൻ വരുന്നതിന്റെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു അവിടെ. പയ്യൻ USA-യിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം ഇഷ്ടമാകില്ല, അതുകൊണ്ട് കോക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് സരസ്വതിയുടെ അമ്മ തന്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്. ഇൻസ്റ്റന്റ് ഫുഡ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ മരിച്ചതിന് ശേഷം മതിയെന്നും വാഴയിലിൽ ഭക്ഷണം കൊടുത്താൽ സരു ഏത് കൾച്ചറിലൂടെ വളരുന്ന കുട്ടിയാണ് എന്ന് അവർക്ക് മനസ്സിലാവുമെന്നും സരസ്വതിയുടെ അച്ഛനായ ജയറാം പറയുകയാണ്. താഴെ നിൽക്കുന്ന ഇന്ദർ ഇവരുടെ സംസാരമെല്ലാം കേൾക്കുന്നുണ്ട്. ഈ സമയം ഇന്ദറിന്റെ ഗേൾഫ്രണ്ട് പുറകിൽ നിന്ന് വന്ന് ഹഗ് ചെയ്യുകയും അവനെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ജയറാമിന് പയ്യന്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരികയും അവർ പെണ്ണു കാണാൻ വരുന്നില്ലെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. പെണ്ണു കാണാൻ ക്യാൻസലായി എന്ന് പറഞ്ഞാൽ എന്റെയും സഞ്ജയന്റെയും കല്യാണം വീണ്ടും നീട്ടിവെക്കേണ്ടി വരുമോ എന്നാണ് അനിയത്തിയായ കാവേരി അവളുടെ അമ്മയോട് ചോദിക്കുന്നത്. നിന്നെക്കാൾ വലുതാണ് സരു, അവളുടെ കല്യാണം കഴിയാതെ നിന്റെ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് അമ്മ പറയുകയാണ്. നിനക്ക് സ്വയം ഒരു പയ്യനെ കണ്ടുപിടിച്ചുകൂടെ, നിനക്ക് പയ്യനെ കണ്ടുപിടിക്കുന്നത് ഞങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ദേഷ്യത്തോടെ കാവേരി സരുവിനോട് ചോദിക്കുകയാണ്. എനിക്കും ക്രഷൊക്കെ തോന്നാറുണ്ടെന്നും, പക്ഷെ മറ്റുള്ളവർ അതിന് റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുകയല്ലാതെ ഞാൻ വേറെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് സരസ്വതി വിഷമത്തോടെ ഓഫീസിലേക്ക് പോകാൻ അച്ഛൻ്റെ കൂടെ ഇറങ്ങുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ലിഫ്റ്റ് ഓപ്പൺ ആവാത്തതുകൊണ്ട് ജെറം സരുവിനെ വിളിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കാണുന്നത് ഇന്ദറും ഗേൾഫ്രണ്ടും ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഹഗ് ചെയ്ത് കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞ് ജെറം അവരോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദറിന്റെ ഗേൾഫ്രണ്ട് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. തല കുനിച്ച് അവരുടെ മുന്നിലൂടെ പോയ സരുവിനെ അപ്പോഴാണ് ഇന്ദർ ആദ്യമായി കാണുന്നത്. താഴെ ആ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയും കുറച്ച് ആളുകളും കൂടെ സംസാരിച്ച് നിൽക്കുകയാണ്. ഈ സൊസൈറ്റിയിൽ എന്തൊക്കെ നോൺസെൻസ് ആണ് നടക്കുന്നതെന്നും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാണുന്നതെന്നും ഞാനൊരു ഫൗണ്ടർ മെമ്പറായിട്ട് പോലും അവന് എന്നോട് ഒരു പേടിയുമില്ല എന്നും ദേഷ്യത്തോടെ ജയറാം അവരോട് പറയുകയാണ്. അവനൊരു ക്രിമിനലാണെന്നും 13ാമത്തെ വയസ്സിൽ മർഡർ കേസിൽ ജയിലിൽ പോയതാണെന്നും അവന് എല്ലാ നിയമങ്ങളും അറിയുമെന്നും അവനോട് എന്തെങ്കിലും സംസാരിച്ചാൽ അവൻ നിയമങ്ങൾ നമ്മളോട് പറയുമെന്നും കൂടെ നിന്ന് ഒരാൾ പറയുകയാണ്. ഇങ്ങനെയുള്ള ക്രിമിനലിനൊക്കെ എന്തിനാണ് NOC കൊടുത്തത് എന്ന് ജയറാം ചോദിക്കുകയാണ്. ആ ഫ്ലാറ്റിന്റെ ഒറിജിനൽ ഓണറായ ലില്ലി ആ ഫ്ലാറ്റ് അവന്റെ പേരിൽ എഴുതി കൊടുത്തതാണെന്ന് സെക്രട്ടറി ജയറാമിനോട് പറയുന്നു. ഈ സൊസൈറ്റിയിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ജോലി രാജിവെച്ച് പോകണമെന്നും ഞങ്ങൾ വേറെ ആരെങ്കിലും എലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തോളാം എന്നും പറഞ്ഞ് ജയറാം അവിടെ നിന്നും പോവുകയാണ്. ഓഫീസിൽ പോകുന്ന സമയത്ത് ടാക്സിയിൽ ഇരുന്ന് സരു ഒരു ലവ് പോയട്രി വായിക്കുകയാണ്. ഇത് കണ്ട ജയറാം നീ എപ്പോൾ തൊട്ടാണ് ലവ് പോയട്രി വായിക്കുന്നത്, ഇത് വായിച്ചാൽ നിനക്ക് ബുദ്ധി വളരില്ല എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു. ലൈബ്രറിയിലാണ് സരു വർക്ക് ചെയ്യുന്നത്. ആ ബിൽഡിങ്ങിൽ തന്നെയാണ് അഭിമന്യുവിന്റെ ഓഫീസും. തന്റെ ഓഫീസിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു പാർട്ടി നടത്തുന്നുണ്ടെന്നും അതിൽ കരടി വേഷത്തിൽ വന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞ ആൾക്ക് അസുഖമാണെന്നും അതുകൊണ്ട് ആ വേഷത്തിൽ നീ വരുമോ എന്നും അഭിമന്യു അവളോട് ചോദിക്കുകയാണ്. ആദ്യം അവൾ സമ്മതിച്ചില്ലെങ്കിലും ഇതെന്റെ ബോസിന്റെ വൈഫിന്റെ പെറ്റ് പ്രൊജക്റ്റ് ആണെന്നും ഇത് സക്സസ് ആയാൽ എന്റെ ലൈഫ് സെറ്റിൽഡ് ആവുമെന്നും പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുകയാണ്. പിറ്റേ ദിവസം കരടിയുടെ വേഷമണിഞ്ഞ് കുട്ടികൾക്ക് മുന്നിൽ ഡാൻസ് കളിക്കുന്ന അവളെ കണ്ട് അഭിമന്യുവിന്റെ കൂട്ടുകാരായ ശീതളും കൂട്ടരും നിനക്ക് അഭിമന്യു എന്താണ് പ്രോമിസ് ചെയ്തത്, ഒരു ഹഗ്ഗാണോ കിസാണോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. നിനക്കാണെങ്കിൽ അവൻ നിന്റെ കൈയൊന്ന് പിടിച്ചാൽ തന്നെ മതിയല്ലോ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. വാലന്റൈൻസ് ഡേക്ക് നീ പേര് വയ്ക്കാതെ അവനെ അയച്ച ഗ്രീറ്റിംഗ്സ് കാർഡ് ഓഫീസിലെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കി ചിരിക്കുകയാണ്. ഇത് കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി ലിഫ്റ്റിൽ കയറുകയാണ്. ഈ സമയം ഇന്ദറും ആ ലിഫ്റ്റിൽ കയറുന്നു. പെട്ടെന്ന് ലിഫ്റ്റ് കേടുവരുന്നു. ചൂട് സഹിക്കാനാകാതെ ഇന്ദർ ഷർട്ട് ഊരി വീശിക്കൊണ്ടിരിക്കുകയാണ്. പാന്റും കൂടെ ഊരാൻ ശ്രമിക്കുന്ന അവനെ കണ്ട് ഡ്രസ്സ് അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ കരടിയുടെ തല അഴിച്ചു മാറ്റുകയാണ്. കരടി വേഷത്തിൽ നിൽക്കുന്നത് ആൺകുട്ടിയാണെന്നാണോ വിചാരിച്ചത് എന്ന് പറഞ്ഞ് അവൻ അവളോട് സോറി പറയുകയാണ്. ചൂടുകൊണ്ട് തളർന്നു പോവും, ആ കരടിയുടെ വേഷം അഴിച്ചു മാറ്റിക്കൂടെ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു.
അവൾ അത് അഴിക്കാൻ സഹായിക്കാനും അവൾക്ക് അവനെ കിട്ടുന്നുണ്ടായിരുന്നു ശ്രമിക്കുകയാണ്. പക്ഷെ അവനും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ശക്തിയായിട്ട് വലിക്കുമ്പോൾ അവളുടെ ഡ്രസ്സും കൂടെ അല്പം മാറി വരികയാണ്. അത് കണ്ട് അവൾ പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കരടിയുടെ തല അവിടെ ഇട്ടിട്ടാണ് അവൾ അവിടെ നിന്ന് ഓടിപ്പോയത്. അവൻ ലൈബ്രറിയിൽ പോയി ആ കരടിയുടെ തല അവൾക്ക് കൊടുക്കുകയും വായിക്കാനായിട്ട് ഒരു ബുക്ക് എടുത്തു തരണമെന്ന് പറയുകയും ചെയ്യുന്നു. എങ്ങനെയുള്ള ബുക്കാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ 8 വർഷം ജയിലിൽ കിടന്നിട്ട് വന്ന ഒരാൾക്ക് വായിക്കാൻ പറ്റിയ ബുക്ക് എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവൾ അവനൊരു ബുക്ക് എടുത്ത് കൊടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഇന്ദ്രന്റെ ഗേൾഫ്രണ്ട് അവരോട് വഴക്കിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവൾ ലിഫ്റ്റിൽ കയറുമ്പോൾ അതിൽ ജയറാമും സരുവും ഉണ്ടായിരുന്നു. ആ ലിഫ്റ്റിൽ കയറിയിട്ടും അവൾ അവനെ ഉറക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ സഞ്ജയ് സരുവിന് വേണ്ടി ഒരു നല്ല ആലോചന കൊണ്ടുവന്നിട്ടുണ്ടെന്നും ആള് ഡെൻമാർക്ക് ബേസ്ഡാണെന്നും നാളെ കാണാൻ വരുന്നുണ്ടെന്നും ജയറാം സരുവിനോട് പറയുന്നു. നാളെ അച്ഛനും അമ്മയും തിരുപ്പതിക്ക് പോവുകയല്ലേ, നിങ്ങളില്ലാതെ ഒറ്റയ്ക്ക് പെണ്ണു കാണാൻ നിൽക്കാൻ മനസ്സിന് തോന്നില്ല എന്ന് അവൾ പറയുകയാണ്. സഞ്ജയ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് പെർമിഷൻ നൽകിയതെന്ന് ജയറാം പറയുന്നു. പിന്നെ കാണിക്കുന്നത് സഞ്ജയ് ആ പയ്യനെയും കുട്ടി പെണ്ണ് കാണാൻ വരുന്നതാണ്. കാവേരി ആണെങ്കിൽ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സരുവിന് അവരോട് ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ പോയതിനു ശേഷമാണ് കാവേരി ആ പയ്യന്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. നീ ആ ഫോൺ അവന് കൊണ്ടുപോയി കൊടുക്കുക, അപ്പൊ അവന് നന്നായി ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കാവേരി നിർബന്ധിച്ച് സരസ്വതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. കാവേരി ഫോൺ ചെയ്യുകയാണ്. അവളോട് എന്താണ് പറയേണ്ടതെന്ന് സഞ്ജയ് ആ പയ്യനോട് ചോദിക്കുകയാണ്. നീ കാവേരി പോലെ ഒരു ബ്യൂട്ടിയെ തെരഞ്ഞെടുക്കുകയും ഒരു ആന്റി ടൈപ്പിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണോ ചെയ്യുന്നത്? നീ എന്റെ എനിമിയാണോ അതോ ഫ്രണ്ടാണോ എന്നാണ് ആ പയ്യൻ സഞ്ജയനോട് ചോദിക്കുന്നത്. ഓൾറെഡി അവളെ 10 പേര് റിജക്ട് ചെയ്തെന്നും അവളുടെ കല്യാണം കഴിയാതെ ഞങ്ങളുടെ കല്യാണം അയാൾ നടത്തി തരില്ല എന്നും നീയായിരുന്നു ഏക പ്രതീക്ഷ എന്നും സഞ്ജയ് പറയുന്നു. സരസ്വതി നിന്റെ പ്രോബ്ലമാണ്, എന്റെ പ്രോബ്ലം അല്ല എന്നാണ് ആ പയ്യൻ പറയുന്നത്. ഇവരുടെ സംസാരമെല്ലാം അവിടെ എത്തിയ സരസ്വതി കേൾക്കുന്നുണ്ട്. അവിടെ എത്തിയ ഇന്ദർ അവരുടെ സംസാരം കേൾക്കുകയും അത് കേട്ട് സരസ്വതിയുടെ കണ്ണു നിറയുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. റൂമിലെത്തിയ സരു തന്നെ 10 പേര് റിജക്ട് ചെയ്ത കാര്യം എന്തിനാണ് സഞ്ജയനോട് പറഞ്ഞതെന്ന് കാവേരിയോട് ചോദിക്കുന്നു. നിന്നെപ്പോലെ ഒരു വിഭൂതി ആന്റിനെ അരുണന് വേണ്ടെന്ന് പറഞ്ഞെന്ന് കാവേരി ദേഷ്യത്തോടെ അവളോട് പറയുന്നു. നിന്റെ കല്യാണം കഴിയുന്നവരെ സഞ്ജയ് വെയിറ്റ് ചെയ്യില്ലെന്നും 1 മാസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ് അവന്റെ ഒപ്പം US പോകണമെന്നും അല്ലെങ്കിൽ അവനെ മറക്കണമെന്നും സഞ്ജയ് പറഞ്ഞെന്ന് കരഞ്ഞുകൊണ്ട് കാവേരി പറയുന്നു. നീ കാരണം എനിക്ക് സഞ്ജയിനെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി കരയുകയാണ്. ഒളിച്ചോടി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അച്ഛന് ഓൾറെഡി ഒരു അറ്റാക്ക് വന്നതാണെന്നും ഇതറിഞ്ഞാൽ അച്ഛൻ വിഷമിക്കുമെന്നും 1 മാസത്തിനുള്ളിൽ നിന്റെ കല്യാണം ഞാൻ നടത്തി തരാമെന്നും സരു അവളോട് പറയുന്നു. പിറ്റേ ദിവസം ഓഫീസിലെത്തിയ സരു ഒരു മാഗസിൻ കാണുകയാണ്. അതിലെ കവർ ഫോട്ടോ ഇന്ദറിന്റെ ഗേൾഫ്രണ്ടായ റൂബിയുടേതായിരുന്നു. അവൾ ഫേമസ് ആയ ഒരു മേക്ക് ഓവർ ആർട്ടിസ്റ്റ് ആണ്. സരു ഫോൺ ചെയ്ത് അവളുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ 3 മാസത്തെ വെയിറ്റിംഗ് ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണമെന്ന് പറയുന്നു. രാത്രി ഉറക്കത്തിൽ നിന്നും എണീറ്റ സരു കാണുന്നത് കാവേരി അപ്പോഴും സഞ്ജയനോട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതാണ്. അത് കാണുമ്പോൾ അവൾക്ക് വിഷമമാവുന്നു. റൂബിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി അവൾ ആരും കാണാതെ ഇന്ദറിന്റെ മുറിയിലേക്ക് പോവുകയാണ്. ഇന്ദർ വാതിൽ തുറന്നതും ഞാൻ അകത്തോട്ടേക്ക് കയറിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ കയറുകയും വാതിലടയ്ക്കുകയും ചെയ്യുന്നു. ഇന്ദർ അപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് അവൻ അവളോട് പറയുകയാണ്. ഈ സമയത്ത് ആരെങ്കിലും എക്സസൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് അവൾ പറയുമ്പോൾ ഈ സമയത്ത് നീ എന്നെ കാണാൻ വരുമെന്ന് ഞാനും വിചാരിച്ചതല്ല എന്ന് അവൻ പറയുന്നു. ആരും കാണാതിരിക്കാനാണ് ഞാൻ ഈ സമയത്ത് വന്നതെന്നും അച്ഛൻ അറിഞ്ഞാൽ തന്നെ വച്ചേക്കില്ലെന്നും നിന്റെ ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതെന്നും അവൾ പറയുന്നു. എന്റെ സിറ്റുവേഷൻ വളരെ മോശമാണെന്നും നിന്റെ ഗേൾഫ്രണ്ടിനോട് എനിക്ക് മേക്ക് ഓവർ ചെയ്തു തരാൻ പറയണമെന്നും ഞാൻ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചെങ്കിലും 3 മാസത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെന്നും അത്രയും സമയം എനിക്കില്ല എന്നും അവൾ അവനോട് പറയുകയാണ്. ഈ സമയം റൂബി വെള്ളം അടിച്ച കയ്യിൽ ഒരു മദ്യക്കുപ്പിയുമായിട്ട് അവിടേക്ക് വരികയാണ്. നമ്മൾ ബ്രേക്കപ്പ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നും ഞാൻ ഫോണിലൂടെ എന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞതെന്നും സോറി എന്നും പറഞ്ഞുകൊണ്ടാണ് റൂബി അവിടേക്ക് കടന്നു വരുന്നത്. സരുവിനെ കണ്ട റൂബിക്ക് ദേഷ്യം വരികയാണ്. അവൾ ഇന്ദറിന്റെ അടുത്ത് പോയി നീ ഒരുപാട് എക്സർസൈസ് ചെയ്തിട്ടുണ്ടെന്നും അത് ജിമ്മിലല്ല ബെഡിലാണെന്നും പറയുന്നു. സരു എന്റെ നൈബർ ആണെന്നും അവൾ നിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നും ഇന്ദർ അവളോട് പറയുന്നു. രാവിലെ 4 മണിക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വരികയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വീട്ടിയല്ല ഞാനെന്ന് റൂബി പറയുന്നു. അവൾ നിന്നെ ലൈൻ അടിക്കാൻ വന്നതാണെന്നും ഇതുപോലെയുള്ള ആന്റിമാരെ ഞാൻ ഡെയിലി കാണുന്നുണ്ടെന്നും എത്ര നീളത്തിലുള്ള കുർത്തിയിടുന്നോ അത്രയും സെക്സ് ഡ്രൈവാണ് അവർക്കുള്ളതെന്നും സരുവിനെ നോക്കി റൂബി പറയുകയാണ്. ഇത് കേട്ട സരുവിന്റെ കണ്ണു നിറയുന്നു. അത് കണ്ട ഇന്ദർ റൂബിയോട് സോറി പറയാൻ പറയുകയാണ്. ഞാൻ സോറി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സോറി പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് ഇന്ദർ റൂബിയോട് പറയുന്നു. ഈ മ്യൂസിയം പീസിന് വേണ്ടി നീ എന്നെ റിജക്ട് ചെയ്യുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് റൂബി ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന റൂബി മദ്യക്കുപ്പി എടുത്ത് അവളുടെ നേരേക്ക് എറിയുകയാണ്. സരുവിന്റെ മേലെ തട്ടാതിരിക്കാനായി ഇന്ദർ അവളെ ചേർത്ത് പിടിക്കുകയും കുപ്പി ഉടഞ്ഞ് അതിന്റെ ചില്ലുകളെല്ലാം ഇന്ദറിന്റെ മുതുകത്ത് തറയ്ക്കുകയും ചെയ്യുന്നു.
അവളോട് സോറി പറയൂ എന്ന് സരു പറയുമ്പോൾ ഞാൻ ആരോട് സോറി പറയാറില്ല എന്ന് ഇന്ദർ സരുവിനോട് പറയുന്നു. അപ്പോഴാണ് ഇന്ദറിന്റെ മുതുകത്ത് ചില്ലുകൾ തറച്ചിരിക്കുന്നത് സരു കാണുന്നത്. പുറത്തേക്ക് ഇറങ്ങി ഇന്ദറിന്റെ കൂടെ ചെന്ന് ഇതെല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായത്, ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സരു പറയുന്നു. അവളോട് വീട്ടിൽ പോകാനാണ് ഇന്ദർ പറയുന്നത്. പക്ഷെ അവൾ അതൊന്നും കേൾക്കാതെ അവന്റെ ഒപ്പം ടാക്സിയിൽ കയറുന്നു. മെഡിക്കൽ ഷോപ്പിൽ കയറി മരുന്ന് വാങ്ങുന്ന ഇന്ദറിനോട് മുറിവ് വലുതാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് സരു പറയുന്നു. ഈ സമയം റൗണ്ട്സിനെത്തിയ പോലീസ് അവിടേക്ക് വരികയും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മുറിവുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തന്റെ കോൺസ്റ്റബിളിനോട് ഇന്ദറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത് കേട്ട സരു ഇതൊരു സില്ലി മാറ്ററാണെന്നും ഗേൾഫ്രണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിന്റെ പേരിൽ ഒരു ബോട്ടിൽ വലിച്ചെറിയുകയും അത് പൊട്ടി ഇന്ദറിന്റെ മുതുകത്ത് ചില്ല് തറച്ചതാണെന്നും പറയുന്നു. ഇത് കേട്ട പോലീസ് ഗേൾഫ്രണ്ടിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. ഗേൾഫ്രണ്ടിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ സോറി പറയാനോ ഐ ലവ് യു പറയാനോ സെക്കൻഡ് ചാൻസ് കിട്ടില്ല എന്ന് സരു പറയുകയാണ്. ഇത് കേട്ട ആ പോലീസിന്റെ മനസ്സ് മാറുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ എന്നും പറയുന്ന വാക്കുകളാണിത്. ഇന്ദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വയ്പ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കാൻ കോൺസ്റ്റബിളോട് അയാൾ പറയുകയാണ്. പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്ന സരുവിനെയും ഇന്ദറിനെയും കണ്ട സെക്യൂരിറ്റി ഇതെല്ലാം സെക്രട്ടറിയോട് വിളിച്ചു പറയുന്നു. മുറിയിലെത്തിയതും ഇന്ദർ തന്റെ ബനിയനൂരി ഉടനെ തന്നെ ബെഡിൽ കയറി കിടക്കുകയാണ്. മരുന്ന് ഇന്ദറിന് കൊടുക്കാനായി മുറിയിലേക്ക് കയറിയതായിരുന്നു സരു. മലർന്നു കിടന്ന ഇന്ദറിന്റെ മുറിവിൽ നിന്നും ബ്ലഡ് വരുന്നത് സരു അപ്പോഴാണ് കാണുന്നത്. മരുന്നിന്റെ സെഡേഷനിലായ ഇന്ദർ അപ്പോൾ നല്ല മയക്കത്തിലായിരുന്നു. ഇതിനിടയിൽ സരു ഇന്ദറിന്റെ മുറിയിലാണോ എന്നുള്ള കാര്യം സെക്യൂരിറ്റി വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ കാര്യം എല്ലാവരും കൂടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ജയറാം അവിടെ കാറിൽ വന്നിറങ്ങുന്നത്. സെക്രട്ടറി ജയറാമിനെ അവിടേക്ക് വിളിക്കുന്നു. ഇന്ദറിന്റെ കൂടെ പോലീസ് ജീപ്പിൽ സരു വന്ന് ഇറങ്ങിയ കാര്യം സെക്യൂരിറ്റി ജയറാമിനോട് പറയുകയാണ്. ഇത് കേട്ട ജയറാമിന് ദേഷ്യം വരികയും സെക്യൂരിറ്റി ചീത്ത പറയുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് നുണയല്ലെന്നും ഇപ്പോഴും സരു ഇന്ദറിന്റെ മുറിയിലുണ്ടെന്നും വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാമെന്നും സെക്യൂരിറ്റി പറയുന്നു. ചെക്ക് ചെയ്ത് നോക്കിയാൽ സത്യം അറിയില്ല എന്ന് പറഞ്ഞ് സെക്രട്ടറിയും ജയറാമും എല്ലാവരും കൂടെ ചേർന്ന് ഇന്ദറിന്റെ മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയം ഇന്ദറിന്റെ മുറിവിൽ മരുന്ന് വെക്കുകയായിരുന്നു സരു. മയക്കത്തിൽ നിന്നും ഉണർന്ന ഇന്ദർ മെല്ലെ ഒന്ന് ചേർന്നപ്പോൾ സരു ഇന്ദറിന്റെ മേലേക്ക് വീഴുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ജയറാം അവിടേക്ക് വരുന്നത്. പേടിച്ചുകൊണ്ട് ജയറാമിന്റെ അടുത്തേക്ക് എത്തിയ സരുവിനെ ജയറാം അടിക്കുകയാണ്. ഇത് കണ്ട ഇന്ദർ നടന്ന കാര്യം പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സെക്രട്ടറി അതിന് സമ്മതിക്കാതെ അവനെ ചീത്ത പറയുന്നു. 4 മണി തൊട്ട് സരു ഇന്ദറിന്റെ മുറിയിലാണെന്നുള്ള കാര്യം സെക്യൂരിറ്റിയും പറയുന്നു. നടന്നതെല്ലാം ഞാൻ പറയാം, ഇപ്പോൾ അച്ഛൻ വീട്ടിലേക്ക് പോകും എന്നു സരു ജയറാമിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊന്നും കേൾക്കാതെ ജയറാം ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുകയും സരു മരിച്ചുവെന്നും അവളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പൂജാരിയെ വീട്ടിലേക്ക് വിളിക്കണമെന്നും ഭാര്യയോട് പറയുന്നു. മാത്രമല്ല കാവേരിക്ക് ഇനി കല്യാണത്തിന് യാതൊരു തടസ്സമില്ലെന്നും ഈ ഗുഡ് ന്യൂസ് അവളോട് പറയണമെന്നും പറയുന്നു. മരണാനന്തര ചടങ്ങിന്റെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ജയറാം അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും പോയതിനു ശേഷം സരു ഇന്ദറിനോട് സോറി പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിലേക്കാണെന്നാണ് സരു മറുപടി പറയുന്നത്. സരുവിന് അമ്മ ഫോൺ ചെയ്യുകയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. സരു നടന്ന എല്ലാ കാര്യവും അമ്മയോട് പറയുന്നു. അച്ഛൻ എന്തായാലും കാവേരിയുടെ കല്യാണം നടത്താൻ സമ്മതിച്ചല്ലോ, ആദ്യം അത് നടക്കട്ടെ എന്ന് സരു പറയുന്നു. ഡെയിലി ഞാൻ ഫോൺ ചെയ്യാമെന്ന് പറയുമ്പോൾ അച്ഛൻ അറിയാതെ ഫോൺ ചെയ്തതെന്നും അറിഞ്ഞാൽ അച്ഛൻ വല്ലാതെ വിഷമിക്കുമെന്ന് സരു അമ്മയോട് പറയുകയാണ്. ഓഫീസിലെത്തിയ സരു വീടിനു വേണ്ടി പല നമ്പറിലേക്കും വിളിച്ചു ചോദിക്കുന്നു. താമസിക്കാൻ വീടൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഇന്ദർ വരികയാണ്. താമസിക്കാൻ ഒരു സ്ഥലവും കിട്ടുന്നില്ല എന്ന് വിഷമത്തോടെ അവൾ ഇന്ദറോട് പറയുന്നു. താമസിക്കാൻ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദർ ആ വീടിന്റെ താക്കോൽ അവൾക്ക് കൊടുക്കുകയാണ്. ഈ സമയം അഭിമന്യും ഫ്രണ്ട്സും അവിടേക്ക് വരികയാണ്. നീ പോകുന്ന റൂട്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്നും നിന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാമെന്നും അഭിമന്യു സരുവിനോട് പറയുന്നു. വരുന്നില്ല എന്ന് സരു പറയുമ്പോൾ അവൾ ഡേറ്റിന് പോവുകയായിരിക്കും എന്ന് നമ്രത അഭിമന്യുവിനോട് പറയുന്നു. നീ ഡേറ്റിലാണോ എന്ന് അഭിമന്യു സരുവിനോട് ചോദിക്കുകയാണ്. സരു അതിനൊന്നും മറുപടി പറയാതെ ഇത് ഇന്ദറാണെന്ന് അഭിമന്യുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇന്ദറിന് അഭിമന്യുവിനെയും ഫ്രണ്ട്സിനെയും പരിചയപ്പെടുത്തുമ്പോൾ അവരെ ഒന്ന് മൈൻഡ് ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഇന്ദർ അവളോട് പറയുന്നു. വീട് കണ്ടുപിടിച്ചു കൊടുത്തതിന് ഇന്ദറിനോട് സരു താങ്ക് യു പറയുന്നു. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ നാളെ ഒരുമിച്ച് മാർക്കറ്റിലേക്ക് പോകാം എന്ന് ഇന്ദർ പറയുമ്പോൾ അതെല്ലാം എനിക്ക് തനിയെ വാങ്ങിക്കാൻ അറിയാമെന്നും പക്ഷേ നീ കൂടെ വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും നോ പറയില്ല എന്നും സരു പറയുന്നു. ഇന്ദറിന്റെ ഒപ്പം മാർക്കറ്റിലെത്തിയ സരു അവന് കുടിക്കാൻ കൊടുക്കുന്ന ബാങ്ക് എടുത്ത് അവൾ കുടിക്കുകയാണ്. ബാങ്കിന്റെ ലഹരിയിൽ അവൾ ഡാൻസ് കളിക്കുകയും ആടിപ്പാടി നടക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇന്ദർ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഇന്ദറിന്റെ ഒപ്പം പോകുന്ന സമയത്ത് മദ്യം കഴിച്ച ആളുകൾ ഓവറായിട്ട് എല്ലാം റിയാക്ട് ചെയ്യാറുണ്ട്, ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് ഇന്ദറോട് ചോദിക്കുന്നു. നീ റൊമാൻറ്റിക് ആണ് എന്നാണ് ഇന്ദർ അതിന് മറുപടി പറയുന്നത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ കുടിക്കാനായി ബിയർ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇന്ദർ ഷോപ്പിലേക്ക് പോകുന്നു. ഡെയിലി മദ്യം കഴിച്ചാൽ മരിച്ചു പോകും എന്ന് സരു പറയുമ്പോൾ എന്തായാലും ഒരു ദിവസം മരിക്കേണ്ടി വരുമെന്ന് ഇന്ദർ പറയുന്നു. ആ സമയം ഒരാളുടെ കയ്യിൽ നിന്നും പേഴ്സ് വീഴുന്നത് സരു കാണുന്നു. ആ പേഴ്സ് വേറെ ഒരാൾ എടുക്കുന്നതുകൊണ്ട് അയാളോട് വഴക്കിട്ട് സരു ആ പേഴ്സ് വാങ്ങാൻ ശ്രമിക്കുകയാണ്.
അവിടെ എത്തി ഇന്ദർ ആ പേഴ്സ് വാങ്ങി തുറന്നു നോക്കുകയും അത് അയാൾക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അയാളുടെ നിന്ന് പേഴ്സ് വാങ്ങി ഇതിൽ മെഡിസിൻ ഉണ്ട്, ഇത് ആ ഓണറിന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സരു ഇന്ദറിന്റെ അടുത്തേക്ക് വരുന്നു. അയാൾ മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദർ പോകുന്നു. ഇന്ദർ പറഞ്ഞത് കേൾക്കാതെ സരു ആ പേഴ്സ് ഓണറിനെ ഏൽപ്പിക്കുന്നു. തിരിച്ചെത്തിയ സരുവിനോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തള്ളിവിടുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇത് കണ്ടു നിന്ന ആ പേഴ്സിന്റെ ഓണർ അവിടേക്ക് വരികയും നിന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണോ എന്ന് സരുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തി ഇന്ദർ ദേഷ്യത്തോടെ മദ്യം എടുത്ത് കഴിക്കുകയാണ്. സരുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവൻ അവൾ താമസിക്കുന്നിടത്തേക്ക് പോകുന്നു. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ അവളെ അന്വേഷിച്ച് ഓഫീസിലെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി നോക്കുന്നു. പക്ഷെ അവിടെയൊന്നും അവൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയി സെക്യൂരിറ്റിയോട് അവൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇത് ജയറാം കേൾക്കുന്നുണ്ട്. ജയറാമും അവളെ അന്വേഷിച്ച് ടാക്സിയിൽ പോകുന്നു. അവസാനം ഇന്ദർ അവൾ ബസ് സ്റ്റോപ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നു. സരു എന്തുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത് എന്ന് ഇന്ദർ ചോദിക്കുന്നു. ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാണ് നീ തന്ന വീട്ടിലേക്ക് ഞാൻ പോകുന്നത്? എനിക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഞാനൊരു മൃഗമാണെന്ന് ഇന്ദർ പറയുമ്പോൾ അവൾ അവനോട് സോറി പറയാൻ പറയുകയാണ്. അവൻ സോറി പറഞ്ഞതും അവൾ അവനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ ടാക്സിയിൽ അവിടെ എത്തിയ ജയറാം ഇത് കാണുകയും അയാൾക്ക് വീണ്ടും അവളോട് ദേഷ്യം വരികയും ചെയ്യുന്നു. ആ പേഴ്സിലുണ്ടായിരുന്ന ഫോട്ടോ അത് ആരുടെയാണെന്ന് ഇന്ദർ പറയാൻ പോകുമ്പോഴേക്കും അത് നിന്റെ ഡാഡിയുടെ ആണെന്ന് എനിക്കറിയാമെന്ന് സരു പറയുന്നു. ഈ ബുക്കിൽ നീയും നിന്റെ അച്ഛനും ഓക്ട്രിക്ക് മുന്നിൽ വെച്ച് എടുത്ത ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഫോട്ടോ ഇന്ദറിന് കാണിച്ചു കൊടുക്കുന്നു. എനിക്ക് ഡാഡിയോട് വെറുപ്പാണ് എന്നാണ് ഇന്ദർ പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം വന്ന് നിന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ നിന്റെ എല്ലാ ദുഃഖവും മാറുമെന്ന് സരു പറയുകയാണ്. നിന്റെ അച്ഛൻ നിന്നെ കെട്ടിപ്പിടിക്കാൻ വല്ല ഷോർട്ട് കട്ടും ഉണ്ടോ എന്ന് ഇന്ദർ ചോദിക്കുന്നു. ബ്രാഹ്മണനായ IIT IIM ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതാണ് ഏക ഷോർട്ട് കട്ട് എന്നും അത് ഇമ്പോസിബിൾ ആണെന്നും സരു പറയുന്നു. എന്തുകൊണ്ടാണ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ വിഭൂതി അരിനെ ആർക്കും കല്യാണം കഴിക്കണ്ട എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ടപ്പോൾ മേക്ക് ഓവർ ആർട്ടിസ്റ്റായ മുസഫിൻ ഭായിന്റെ അടുത്ത് അവളെ കൊണ്ടുപോവുകയും അവളെ മേക്ക് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് സരു ചോദിച്ചപ്പോൾ ഇനി ആരും നിന്നെ വിഭൂതി ആന്റി എന്ന് പറയില്ല എന്ന് ഇന്ദർ പറയുന്നു. അച്ഛനും അമ്മയും കാവ്യയും എന്നെ ഇങ്ങനെ കണ്ടാൽ വളരെ സന്തോഷമാകുമെന്ന് സരു പറയുന്നു. എന്നാൽ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇന്ദർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിലെത്തി അവൾ കാണുന്നത് അവളുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതാണ്. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇനി എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ഇന്ദർ ചോദിക്കുമ്പോൾ നീ തന്ന ഈ ബ്യൂട്ടിഫുൾ ഫേസ് ഞാൻ വേസ്റ്റ് ചെയ്യില്ലെന്നും ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ സമ്മതിക്കുമെന്നും കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്ന് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുമെന്നും കരഞ്ഞുകൊണ്ട് സരു പറയുന്നു. പിറ്റേ ദിവസം പുതിയ ലുക്കിൽ ഓഫീസിലേക്ക് സരുവിനെ കണ്ട് എല്ലാവരും നോക്കി പോവുകയാണ്. ഇത്രയും മനോഹരമായ മേക്ക് ഓവറിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് അഭിമന്യു അവളോട് ചോദിക്കുന്നത്. ഏതെങ്കിലും IIT IIM പേഴ്സണെ വീഴ്ത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം ലൈബ്രറിയിലെത്തിയ ഇന്ദർ കാണുന്നത് സരുവിനെ അന്വേഷിക്കുന്ന അഭിമന്യുവിനെയാണ്. സരു പനിയായതുകൊണ്ട് ലീവാണെന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നു. ഇത് കേട്ട ഇന്ദർ ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. അഭിമന്യു നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്നും നീ എന്തിനാണ് അവനെ അവോയ്ഡ് ചെയ്യുന്നതെന്നും ഇന്ദർ അവളോട് ചോദിക്കുന്നു. അവന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വിഡിത്തമേ വായിൽ വരാറുണ്ട് എന്നാണ് സരു പറയുന്നത്. അവൻ അവളുടെ കയ്യിൽ ഒരു ഫയൽ കൊടുക്കുകയും ഇതിൽ മുഴുവൻ IIT IIM ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ ലിസ്റ്റ് ആണെന്നും അടുത്ത ആഴ്ച മുതൽ അവർ നിന്നെ കാണാൻ വരുമെന്നും അതിൽ ആരെങ്കിലും ഒരാളെ നിനക്ക് ഇഷ്ടമാവുമെന്നും ഇന്ദർ അവളോട് പറയുന്നു. പനിമാറി ഓഫീസിലെത്തിയ സരുവിനെ അഭിമന്യു വന്ന് പ്രൊപ്പോസ് ചെയ്യുന്നു. ഈ സമയം ഇന്ദർ അവളെ കാണാൻ വരികയും അവളെ കാണാനായിട്ട് ഒരു പയ്യൻ മേലെ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നും പറയുന്നു. തന്നെ മാരേജ് ചെയ്യാൻ അഭിമന്യുവിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞെന്നും അവനോട് എന്തു മറുപടിയാണ് പറയേണ്ടതെന്നും ഇന്ദറിനോട് സരു ചോദിക്കുന്നു. യെസ് എന്ന് പറയാനാണ് ഇന്ദർ അവളോട് പറയുന്നത്. അങ്ങനെ അവരുടെ മാരേജിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ഇന്ദറിന് വിഷമമാവുന്നുണ്ട്. കാരണം അവൻ അവളോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. കയ്യിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത മാർക്ക് കണ്ട് എന്തു പറ്റിയെന്ന് ഇന്ദർ സരുവിനോട് ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ടോക്കിയോയിലേക്ക് പോവുകയാണെന്നും വിസയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് കമ്പൽസറി ആണെന്നും അവൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവനും വിഷമമാവുകയാണ്. അവളുടെ ഫസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡ് അവന് കൊടുക്കുന്നു. അത് വാങ്ങാൻ ഇന്ദർ മടിക്കുകയാണ്. നീയും കൂടെ വന്നില്ലെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ആരും ഉണ്ടാവില്ല എന്ന് സരു പറഞ്ഞപ്പോൾ അവൻ ആ കാർഡ് വാങ്ങിക്കുന്നു. കാർഡ് വാങ്ങിയിട്ട് പോകുമ്പോൾ ഇന്ദർ സരുവിന്റെ അച്ഛൻ ബസ്സിൽ കയറുന്നത് കാണുകയാണ്. ഇന്ദർ ഓടിപ്പോയി ആ കാർഡ് ജയറാമിന് കൊടുക്കുകയും സരുവിന്റെ കല്യാണമാണെന്നും നിങ്ങൾ കല്യാണത്തിന് പോയില്ലെങ്കിൽ അവളുടെ സൈഡിൽ നിന്ന് ആരും ഉണ്ടാവില്ല എന്നും ഇന്ദർ പറയുകയാണ്. പക്ഷെ ജയറാം ആ കാർഡ് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. സുന്ദരിയായി ഒരുങ്ങിയ സരുവിനെയും കുട്ടി ഇന്ദർ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ അഭിമന്യു എത്തിയിട്ടുണ്ടായിരുന്നില്ല. അഭിമന്യുവിന്റെ ഫ്രണ്ട്സായ നമ്മർദി ശീതളം ഇത് കണ്ട് അവളെ കളിയാക്കി ചിരിക്കുന്നു. ഇത് കേട്ട് വിഷമമായ അവൾ നേരെ അഭിമന്യുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ കല്യാണത്തിന് അച്ഛനും അമ്മയ്ക്കും സമ്മതമല്ല എന്ന് അഭിമന്യു സരുവിനോട് പറയുകയാണ്. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞ് ഇന്ദർ അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്, നീ അവനെ പോയി അടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സരു ഇന്ദറോട് ബഹളം വെക്കുന്നു.
ആ ബഹളം കേട്ട് അഭിമന്യുവിന്റെ അച്ഛൻ അവിടേക്ക് വരികയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയ ഒരാളെ മരുമകളായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തയ്യാറല്ല എന്ന് അഭിമന്യുവിന്റെ അച്ഛൻ പറയുന്നു. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് ഹണിമൂണിന് വേണ്ടി അവർ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കാണ്. ഹണിമൂണിന് വേണ്ടി ഒരിക്കൽ മുറിയായിരുന്നു അത് കാണുമ്പോൾ അവൾക്ക് സങ്കടം അധികമാവുന്നു. ബെഡിൽ വിതറിയ പൂക്കളെല്ലാം അവൾ വലിച്ചെറിയുകയാണ്. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഇന്ദർ അവളുടെ അടുത്ത് പോയിരിക്കുകയാണ്. ഞാൻ സുന്ദരിയായതിനു ശേഷവും എന്നെ ആർക്കും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് കരഞ്ഞുകൊണ്ട് അവൾ ഇന്ദറോട് പറയുന്നു. അവളെ ആശ്വസിപ്പിക്കാനായി ചേർത്ത് പിടിക്കുമ്പോൾ അവൾ അവനെ കിസ് ചെയ്യുകയാണ്. നാളെ നീ ഇതിന്റെ പേരിൽ വെറുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദർ അതിൽ നിന്നും പെട്ടെന്ന് പിന്മാറുകയാണ്. പ്ലീസ് ഇന്ദർ എന്ന് പറഞ്ഞ് അവന്റെ കാലിൽ മുറുകെ പിടിച്ച് അവൾ കരയുന്നു. അങ്ങനെ ആ രാത്രി അവർ ഒന്നാവുകയാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ബെഡിൽ സരു ഉണ്ടായിരുന്നില്ല. വിൻഡോയിലൂടെ പുറത്തു നോക്കുമ്പോൾ ഇന്ദർ കാണുന്നത് അഭിമന്യു അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്. ഇന്ദറിന് വല്ലാതെ വിഷമമാവുകയാണ്. ഈ സമയം ഇന്ദറിന് സരുവിന്റെ മെസ്സേജ് വരുന്നു. അഭിമന്യു തന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നെന്നും ഞാൻ നിന്നോട് സോറി പറയണോ താങ്ക് യു പറയണോ അതോ ഗുഡ് ബൈ പറയണോ എന്നറിയില്ല എന്നായിരുന്നു മെസ്സേജ്. പിന്നെ കാണിക്കുന്നത് ഇന്ദറിന്റെ വീട്ടിലേക്ക് സരുവിന്റെ അമ്മ വരുന്നതാണ്. സരുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും കാവേരിയുടെ ഇൻവിറ്റേഷൻ കാർഡ് അവളെ ഏൽപ്പിക്കണമെന്നും സരുവിന്റെ അമ്മ ഇന്ദറോട് പറയുന്നു. ഞാൻ സരുവിനെ കാണുന്നത് നിർത്തിയെന്നും മാത്രമല്ല ഞാൻ ഈ നാട് വിട്ട് പോവുകയാണെന്നും ഇന്ദർ പറയുന്നു. ഈ കാർഡ് ഞാൻ സരുവിന്റെ കയ്യിൽ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദർ ആ കാർഡ് വാങ്ങുകയാണ്. കാർഡ് കൊടുക്കാനായി ഇന്ദർ ലൈബ്രറിയിലേക്ക് പോകുന്നു. അവൾ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ചെന്നും അവളെ കുറിച്ച് യാതൊരു ഇൻഫോർമേഷനും അറിയില്ല എന്നും അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറയുകയാണ്. ഇന്ദർ ആ കാർഡ് അഭിമന്യുവിന്റെ ഓഫീസിൽ ഏൽപ്പിക്കുകയാണ്. കാർഡിട്ട അഭിമന്യു ഇന്ദറിന്റെ അടുത്തേക്ക് ഓടി വരികയും ഈ കാർഡ് എനിക്ക് ഈ സരുവിന് കൊടുക്കാൻ കഴിയില്ലെന്നും ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട് ഇല്ലെന്നും പറയുന്നു. നീ സരുവിനെ കാണാനായിട്ട് റിസോർട്ടിൽ വന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് ഇന്ദർ പറയുന്നു. അന്ന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നതാണെന്നും അതിനുശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്ട് ഇല്ല എന്നും അഭിമന്യു പറയുകയാണ്. എനിക്ക് സരു വല്ല മെസ്സേജും തന്നിരുന്നു എന്ന് ഇന്ദർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അഭിമന്യു മറുപടി പറയുന്നു. ഇന്ദർ അവളെ അന്വേഷിച്ച് നടക്കുകയും അവൾ ഒരു ഹിൽ സ്റ്റേഷനിൽ ഉണ്ടെന്ന് വിവരം കിട്ടുകയും ചെയ്യുന്നു. അവൻ അവളുടെ അടുത്ത് എത്തുകയും ഇനി ഇതുപോലെ പറയാതെ പോയാൽ എന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ടെന്നും അത് വെച്ച് ഷൂട്ട് ചെയ്യുമെന്നും പറയുന്നു. എന്തിനാണ് ഈ കാട്ടിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നീ ആരാണ് എന്നാണ് സരു ചോദിക്കുന്നത്. ആ രാത്രിക്ക് ശേഷം ഞാൻ നിന്റെ ആരാണ് എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അന്ന് ചെയ്തതെല്ലാം അഭിമന്യുവിനെ മറക്കാൻ വേണ്ടിയിട്ടായിരുന്നെന്നും അതിനുശേഷം നമ്മൾ തമ്മിൽ യാതൊന്നുമില്ല എന്നും അവൾ പറയുകയാണ്. അത് കേട്ട ഇന്ദർ വിഷമിച്ചുകൊണ്ട് ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടുകയാണ്. അപ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നു. ഇനിയെങ്കിലും പറയാൻ ഞാൻ നിനക്ക് ആരാണ് എന്ന് ഇന്ദർ അവളോട് ചോദിക്കുന്നു. ആ സമയം അവൾ അവന്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീഴുകയാണ്. അപ്പോഴാണ് അവളുടെ കഴുത്തിൽ ഹോസ്പിറ്റലിന്റെ ID കാർഡ് അവൻ കാണുന്നത്. ഹോസ്പിറ്റലിലെത്തിയ ഇന്ദറോട് അവൾക്ക് ട്യൂമർ ആണെന്നും അത് ഓപ്പറേറ്റ് ചെയ്യാനോ കീമോ ചെയ്യാനോ പറ്റാത്ത പ്ലേസിലാണ് ഉള്ളതെന്നും ഹിൽ സ്റ്റേഷനിൽ പോകരുതെന്നും ഇതെല്ലാം പ്രത്യേകം അഭിമന്യുവിനോടും സരുവിനോടും പറഞ്ഞ് മനസ്സിലാക്കിയതാണെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേട്ട ഇന്ദർ അഭിമന്യുവിന്റെ അടുത്ത് പോയി അവനെ അടിക്കുകയാണ്. അവന്റെ അസുഖം അറിഞ്ഞതുകൊണ്ടാണോ നീ കല്യാണം വേണ്ട എന്ന് വെച്ചത് എന്ന് ഇന്ദർ അവനോട് ചോദിക്കുന്നു. കല്യാണം വേണ്ടെന്ന് വെച്ചതിന് ശേഷമാണ് താൻ ഇതെല്ലാം അറിയുന്നതെന്നും മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഒരിക്കലും ഹർട്ട് ചെയ്യില്ല എന്നും അഭിമന്യു പറയുന്നു. രാത്രി മുഴുവൻ ഈ റിപ്പോർട്ടും കൊണ്ട് അവളെ തേടി നടന്നെന്നും പിറ്റേ ദിവസം രാവിലെ റിസോർട്ടിൽ വെച്ച് അവളെ കണ്ടപ്പോൾ കല്യാണം കഴിക്കാൻ സെക്കൻഡ് ചാൻസ് ചോദിച്ചെന്നും പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല എന്നും അഭിമന്യു പറയുന്നു. കാർഡ് തരാനായിട്ട് ഞാൻ അന്ന് നിന്റെ ഓഫീസിൽ വന്നപ്പോൾ നീ എന്താണ് ഇതൊന്നും അന്ന് പറഞ്ഞില്ല എന്ന് ഇന്ദർ അവനോട് ചോദിക്കുന്നു. ഇന്ദർ ഇതൊന്നും അറിയരുത് എന്ന് അവൾ പ്രോമിസ് ചെയ്യിപ്പിച്ചു എന്ന് അഭിമന്യു പറയുന്നു. ഡോക്ടറിന്റെ പെർമിഷൻ വാങ്ങി ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് സരുവിനെ ഇന്ദർ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. കാവേരിന്റെ മാരേജ് നടക്കുന്നതിന്റെ തൊട്ടടുത്തായി ആരും താമസിക്കാത്ത ഒരു മുറിയിലേക്കാണ് ഇന്ദർ അവളെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരുപാട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അതിലൂടെ കാവേരിന്റെ മാരേജ് ലൈവായിട്ട് അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ഇന്ദർ അവളോട് ചോദിക്കുന്നു. ചാരിറ്റി കല്യാണം എനിക്ക് വേണ്ട എന്നാണ് സരു പറയുന്നത്. ഞാൻ നിന്റെ ഫസ്റ്റ് ചോയ്സും അല്ല ബെസ്റ്റ് ചോയ്സും അല്ല എന്ന് സരു പറയുമ്പോൾ നീയാണ് എൻ്റെ ഏക ചോയ്സ് എന്ന് ഇന്ദർ പറയുന്നു. നീ ഒരിക്കൽ കൂടെ ചോദിച്ചാൽ ഞാൻ കല്യാണത്തിന് സമ്മതം പറഞ്ഞു പോകുമെന്നും അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വല്ലാതെ ചെറുതാകുമെന്നും മരിക്കുമ്പോൾ അഭിമാനത്തോടെ മരിക്കണമെന്നും സരു പറയുന്നു. അച്ഛനും അമ്മമാർ എന്തു പറഞ്ഞു അതിനെല്ലാം ദൈവം തഥാസ്തു എന്ന് പറയും എന്ന് അവൾ പറയുന്നു. ശപിക്കുന്നതിനൊന്നും ദൈവം തഥാസ്തു പറയില്ല എന്ന് ഇന്ദർ പറയുന്നു. അച്ഛനും അമ്മമാർ ശപിച്ചാലും അനുഗ്രഹിച്ചാലും എല്ലാത്തിനും ദൈവം ഓക്കെ പറയും എന്നാണ് സരു പറയുന്നത്. കാവേരിന്റെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നിറയെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവിടേക്ക് ഇന്ദർ ഒരു ബിയർ കുപ്പിയുമായി പോവുകയും സരുവിന്റെ ഫോട്ടോയിൽ തൂക്കിയേക്കുന്ന മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ജയറാം അവനെ അടിക്കുന്നു. അവളുടെ ഫോട്ടോയിൽ മാല ഇടരുത് എന്ന് ഇന്ദർ ജയറാമിനോട് പറയുന്നു. ഇട്ടാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അടി വാങ്ങാനായിട്ട് ഇതുപോലെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദർ അവിടെ നിന്നും പോകുന്നു. ഇന്ദറിന്റെ പേരിൽ കംപ്ലൈന്റ് കിട്ടിയതുകൊണ്ട് പോലീസ് പിറ്റേ ദിവസം രാവിലെ അവനെ വന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയം സരു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങുന്നു. വിസിറ്റിംഗ് അവേഴ്സിൽ മുടങ്ങാതെ വരുന്ന നിന്റെ ഫ്രണ്ട് എവിടെ എന്ന് ഡോക്ടറെ ചോദിക്കുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ഇന്ദറിനെ കാണാത്തതുകൊണ്ട് സരു നേരെ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ഈ സമയം ഇന്ദർ ആണെങ്കിൽ തനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു ഫോൺ ചെയ്യണമെന്നും അത്യാവശ്യമാണെന്നും പോലീസിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അവനെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദർ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് അവനെ പിടിക്കുകയും അവൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുകയും ചെയ്യുന്നു. ലൈബ്രറിയിലെത്തിയ സരു ഇന്ദറിന് ആദ്യമായി അവൾ കൊടുത്ത ബുക്ക് എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് കോഫി കുടിക്കാൻ വരുന്നു എന്ന് അവൻ അവൾക്ക് എഴുതിയ മെസ്സേജ് അവൾ കാണുന്നത്. അതുകൊണ്ട് അവൾ അവന് കൊടുത്ത എല്ലാ ബുക്സും എടുത്തു നോക്കുന്നു. എല്ലാ ബുക്കിലും അവൻ അവളോടുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. അതിലെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ ലിഫ്റ്റിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടെന്നും അവളെ കണ്ടപ്പോൾ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ചോയ്സ് ആണെന്ന് തോന്നിയെന്നും കരയുന്ന പെൺകുട്ടികളെ കണ്ടാൽ അവിടെ നിന്നും ഓടിപ്പോകാറാണ് പതിവെന്നും പക്ഷെ നീ കരയുന്നത് കണ്ടാൽ എനിക്ക് നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നെന്നും അതുകൊണ്ട് ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്നുമാണ് അതിൽ എഴുതിയിരുന്നത്. ഇന്ദറിന് അവളെ അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. ഈ സമയം അവളോട് സംസാരിക്കാൻ ഇന്ദറിന് 10 മിനിറ്റ് സമയം പോലീസ് അനുവദിച്ചു കൊടുക്കുകയാണ്. ലൈബ്രറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സരുവിനെയാണ് ഇന്ദർ കാണുന്നത്. ഞാൻ നിന്റെ ബെസ്റ്റ് ചോയ്സ് ആണെങ്കിൽ അഭിമന്യുവിനെ കല്യാണം കഴിക്കാൻ നീ എന്തിനാണ് എനിക്ക് പെർമിഷൻ തന്നത് എന്ന് സരു ഇന്ദറിനോട് ചോദിക്കുന്നു. നീ എനിക്ക് ബെസ്റ്റ് ചോയ്സ് ആണെന്നും പക്ഷേ എന്നെപ്പോലെ ഒരു ക്രിമിനൽ നിനക്ക് ബെസ്റ്റ് ചോയ്സ് അല്ലെന്നും നിന്റെ ഡാഡിക്ക് എന്നെ ഇഷ്ടമല്ല എന്നും ഇന്ദർ പറയുന്നു. ഇത് കേട്ട സരു എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ഇന്ദറോട് ചോദിക്കുന്നു. അത് കേട്ട ഇന്ദർ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അനുവദിച്ച സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ പോലീസ് അവിടെ എത്തുന്നു. സരു കരയുന്ന കണ്ട പോലീസ് അവൻ്റെ കയ്യിലെ വിലങ്ങ് അഴിക്കുകയും അവളുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കല്യാണത്തിനുള്ള എൻ്റെ സമ്മാനമാണെന്ന് പറയുകയും ചെയ്യുന്നു. കല്യാണത്തിൻ്റെ തലേദിവസം ഞാൻ മരിച്ചാൽ എൻ്റെ ഫോട്ടോയിൽ മാലയിടരുത് എന്ന വിഷമത്തോടെ സരു ഇന്ദറോട് പറയുന്നു. എന്നെ അടയ്ക്കേണ്ടത് ഒരു മരത്തിൻ്റെ ചൂട്ടിലാണെന്നും ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ അവരുടെ മേലേക്ക് പൂക്കളായിട്ട് ഞാൻ വർഷിക്കുമെന്നും സരു പറയുന്നു. സരു ഉറങ്ങിയതിനു ശേഷം ഇന്ദർ നേരെ പോകുന്നത് ജയറാമിൻ്റെ അടുത്തേക്കാണ്. അവളുടെ ഫോട്ടോയിൽ നിന്നും മാല എടുത്തു മാറ്റുകയും ജയറാമിന് നേരെ തോക്ക് ചൂണ്ടി നാളെ മുതൽ അവളുടെ ഫോട്ടോയിൽ മാല ഇടരുത് എന്നും ഇന്ദർ ജയറാമിനോട് പറയുന്നു. നിന്നെ പോലെ ഒരു ഗുണ്ടയ്ക്ക് അവളുടെ ഫോട്ടോയിൽ മാലയിട്ടാൽ എന്താണ് പ്രശ്നം എന്ന് ജയറാം ചോദിക്കുന്നു. നാളെ ഞങ്ങളുടെ കല്യാണമാണെന്നും ഫോട്ടോയിൽ മാലയിടുന്നത് കാണുമ്പോൾ അവൾക്ക് വിഷമമാണെന്നും അവളുടെ കണ്ണീര് ഇല്ലാതാക്കാൻ ഒരാളെ കൊല്ലാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഞാൻ തയ്യാറാണ് എന്ന് ഇന്ദർ പറയുന്നു. തോക്ക് ചൂണ്ടി ഞാൻ വെടിവെക്കണോ വേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സരുവിന്റെ അമ്മ വന്ന് ജയറാമിനോട് മതിയാക്കാൻ പറയുകയും ഇനി മാലയിട്ടില്ലെന്ന് ഇന്ദറിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ മാരേജ് ചെയ്യാനായി അവർ പിറ്റേ ദിവസം രജിസ്റ്റർ ഓഫീസിൽ എത്തുകയാണ്. അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ആ പോലീസ് ഇൻസ്പെക്ടർ മാത്രമായിരുന്നു. അവിടുത്തെ രജിസ്റ്റർ അവരടുത്ത് പ്രതിജ്ഞ എടുക്കാൻ പറയുകയാണ്. രണ്ടാമത്തെ പ്രതിജ്ഞയുടെ വരി ഇങ്ങനെയാണ്: അവൻ എങ്ങനെയാണോ അവന്റെ അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് അതുപോലെ അവളുടെ അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കണം എന്നായിരുന്നു ആ വരികളിലുണ്ടായിരുന്നത്. അത് കേട്ട് ഇന്ദർ ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ഞാൻ എൻ്റെ അച്ഛനെ ബഹുമാനിക്കുന്നെന്നും രണ്ടാമത്തെ പ്രതിജ്ഞ ചൊല്ലിയാൽ നിന്നോട് നുണ പറയുന്ന പോലെ ആകുമെന്നും എനിക്ക് നിന്നോട് നുണ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദർ കരയുകയാണ്. പ്രതിജ്ഞ ചൊല്ലാതെ കല്യാണം കഴിക്കട്ടെ എന്ന് അവൾ വന്ന് അവരോട് ചോദിക്കുന്നു. ആ സമയം ജയറാമും ഭാര്യയും അവിടേക്ക് വരുന്നു. ജയറാം ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നറിയാവുന്ന ഇന്ദർ അവളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. സരു അവന്റെ കൈ മുറുകെ പിടിക്കുകയും ഒപ്പം അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്യുന്നു. ഞാൻ നോ എന്ന് പറഞ്ഞാലോ എന്ന് ജയറാം ചോദിക്കുമ്പോൾ അവൾ അവന്റെ കൈവിടുന്നു. നിനക്ക് വേണ്ടി മരിക്കാനും കൊല്ലാനും തയ്യാറാണെന്ന് ഇന്നലെ വീട്ടിൽ വന്ന് ഇന്ദർ പറഞ്ഞെന്ന് ജയറാം പറയുന്നു. ഇതിനേക്കാൾ വലിയൊരു പ്രതിജ്ഞ വേറെ ഇല്ല എന്ന് ജയറാം പറയുന്നു. ഇതിനേക്കാൾ നല്ലൊരു പയ്യൻ വേറെ ഇല്ലെന്നും അവന്റെ കഴുത്തിൽ മാലയിടുമെന്നും ജയറാം സരുവിനോട് പറയുന്നു. മാരേജ് കഴിഞ്ഞതും അവിടെ വെച്ച് തന്നെ വയ്യാതായ സരുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. റിസപ്ഷൻ വളരെ ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നും അനിയത്തി US-ലാണ്, അതിനെല്ലാം നടന്നു വരാനുണ്ടെന്നും അതിനെല്ലാം ഒരുപാട് സമയമെടുക്കുമെന്നും ജയറാം ഡോക്ടറോട് പറയുകയാണ്. എനിക്കിനി എത്ര സമയമുണ്ട് എന്ന് സരു ഡോക്ടറോട് ചോദിക്കുന്നു. അതിന് ഡോക്ടർ മറുപടി പറയാതിരുന്നപ്പോൾ എൻ്റെ കയ്യിലെ മൈലാഞ്ചി മാഞ്ഞു പോകുന്ന അത്രയേ എനിക്ക് സമയമുള്ളൂ അല്ലേ എന്ന് സരു ചോദിക്കുന്നു. ഇത് കേട്ട സരുവിന്റെ അച്ഛനും അമ്മയും തളർന്നു പോകുകയാണ്. വയ്യാതാകുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് വീണുപോയ പേഴ്സും അവൾ എപ്പോഴും കൊണ്ടുനടന്ന ബുക്കുമായി ഇൻസ്പെക്ടർ ഇന്ദറിന്റെ അടുത്തേക്ക് വരികയാണ്. കഴിഞ്ഞ 3 മാസമായി ഈ ബുക്ക് സരു റീഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇതിലെ 65-ാമത്തെ പേജിൽ ഒരു ഉണങ്ങിയ പൂ വെച്ചിട്ടുണ്ടെന്നും ആ പേജിൽ നിന്റെയും നിന്റെ അച്ഛന്റെയും ഫോട്ടോ ആണ് ഉള്ളതെന്നും അതിൽ 1994 to 2015 എന്ന ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടെന്നും ഇൻസ്പെക്ടർ പറയുന്നു. ഇതിന് എന്തർത്ഥമാണ് ഉള്ളത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അവന് പണ്ട് സരു പറഞ്ഞ കാര്യം ഓർമ്മ വരികയും അവൻ നേരെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് 1858-ലുള്ള ആ ഓക്ക് മരം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ മരത്തിന്റെ താഴെ 2 അടി മണ്ണ് വേണം എന്ന് ഇന്ദർ പറയുന്നു. നിന്റെ ഷർട്ടിൽ രക്തത്തിന്റെ കറയുണ്ട്, നീ ആരെ കൊന്നിട്ടാണ് വന്നത് എന്ന് ഇന്ദറിന്റെ അച്ഛൻ ചോദിക്കുന്നു. അത് കേട്ട് ഇന്ദർ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹോസ്പിറ്റലിലെത്തി ഇന്ദർ ഞാൻ ഒരാളെ കൊന്നത് എന്തിനാണെന്ന് ഈ കല്യാണത്തിന് മുമ്പ് എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നതെന്ന് സരുവിനോട് ചോദിക്കുന്നു. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൊന്നതായിരിക്കും എന്ന് സരു പറയുന്നു.
തനിക്കൊരു നാനി ഉണ്ടായിരുന്നെന്നും അവരെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിരുന്നതെന്നും തന്റെ അങ്കിൾ വന്ന ഒരു ദിവസം നാനിയുടെ മുറിയിൽ കയറി അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ നാനി അങ്കിളിനെ കൊല്ലുകയായിരുന്നെന്നും ഇന്ദർ പറയുന്നു. നാനിയെ രക്ഷിക്കാനായി ഇന്ദർ സ്വയം കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റവും പ്രശസ്തനായ ക്രിമിനൽ വക്കീലായ ഇന്ദറിന്റെ അച്ഛൻ പക്ഷേ ഇന്ദറിന്റെ കേസ് ഏറ്റെടുത്തില്ല. അങ്ങനെ ഇന്ദറിന് ജയിലിൽ പോകേണ്ടി വരുന്നു. അച്ഛൻ തന്നോട് ചെയ്തത് തനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഇന്ദർ സരുവിനോട് പറയുന്നു. ആളുകൾ ഒരുമിച്ചിരിക്കുന്നത് കഴിഞ്ഞതൊന്നും മറന്നിട്ടല്ല, മാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന് സരു പറയുന്നു. മാപ്പ് നൽകാമെന്ന് ഇന്ദർ സരുവിന് പ്രോമിസ് നൽകുന്നു. ഇന്ദറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ എനിക്കിനി ബൈ പറയേ എന്ന് സരു പറയുന്നു. ഞാൻ ബൈ പറയില്ല എന്നാണ് ഇന്ദർ പറയുന്നത്. ഹസ്ബൻഡിന്റെ പെർമിഷൻ ഇല്ലാതെ വൈഫിന് എവിടേക്കും പോകാൻ കഴിയില്ല എന്ന് സരു പറയുന്നു. നിന്റെ അച്ഛന്റെ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് ഇന്ദർ പറയുന്നു. അച്ഛന്റെ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടിയത് എന്ന് സരു പറയുന്നു. അവൻ അവളോട് ഐ ലവ് യു പറയുകയാണ്. സരു അവനോട് ഐ ലവ് യു പറഞ്ഞുകൊണ്ട് മരിക്കുകയാണ്. അത് താങ്ങാനാവാതെ ഇന്ദർ പുറത്തേക്ക് പോകുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇന്ദറിന്റെ അടുത്തേക്ക് അവന്റെ അച്ഛൻ വരുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടെന്നും നിന്നെ രക്ഷിക്കാതിരുന്നതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്റെ മരുമകളെ രക്ഷപ്പെടുത്തുമെന്ന് ഇന്ദറിന്റെ അച്ഛൻ പറയുന്നു. അവൾ മരിച്ചെന്ന് പറയുമ്പോൾ അത് താങ്ങാനാവാതെ ഇന്ദറിന്റെ അച്ഛൻ പൊട്ടിക്കരയുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ നീ മറക്കുമോ എന്ന് കരഞ്ഞുകൊണ്ട് ഇന്ദറിന്റെ അച്ഛൻ ചോദിക്കുന്നു. ആളുകൾ പരസ്പരം തെറ്റുകൾ മറന്നിട്ടല്ല ഒരുമിച്ചിരിക്കുന്നത്, മറിച്ച് അവർ മാപ്പ് കൊടുത്തതുകൊണ്ടാണ് എന്ന് ഇന്ദർ പറയുന്നു. ഇന്ദറിന്റെ അച്ഛൻ ഇന്ദറിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നെ കാണിക്കുന്നത് പ്രസന്റ് സ്റ്റോറിയാണ്. ഇന്ദർ ആ ഓക്ക് ട്രീന്റെ താഴെ നിൽക്കുകയാണ്. അപ്പോൾ അവന്റെ മേലേക്ക് പൂക്കൾ വീഴുന്നു. അപ്പോൾ അവൻ അവളോട് താങ്ക് യു പറയുന്നു. അവന്റെ വിജയത്തിൽ നീ ഹാപ്പി അല്ലേ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളോട് ചിയേഴ്സ് പറയുകയാണ്. ഞാനിപ്പോൾ കുടിക്കാറില്ലെന്നും വർഷത്തിൽ 1-2 പ്രാവശ്യം ടേസ്റ്റ് മറക്കാനായിട്ട് മാത്രമാണ് കഴിക്കുന്നതെന്നും ഇന്ദർ പറയുന്നു. അങ്ങനെ സരു ഉറങ്ങുന്ന ആ മരത്തിന്റെ ചവിട്ടിൽ ഇന്ദർ കിടക്കുന്നത് കാണിച്ചുകൊണ്ട് മൂവി അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു മൂവിയായിട്ട് വരുന്നവരിക്കും താങ്ക് യു, ബൈ.